ഇതാണ് ക്യാഷ് ബുക്കിൻ്റെ ഒരു ഇൻ്റർഫേസ്. ഇവിടെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻസ് എന്നുള്ള 2 ടാബുകൾ കാണാം. നമുക്കൊരു ഇൻകം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ താഴെ കാണാം സെൻറ്ററിലെ ഒരു ബട്ടൺ ആഡ് ന്യൂ ഇൻകം. അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ നമുക്കിവിടെ എമൗണ്ട് അടിക്കാം. ഒരു എമൗണ്ട് നമുക്ക് കിട്ടി, ഡേറ്റ് നമുക്ക് ഇവിടുന്ന് ഫിക്സ് ചെയ്യാം. അതിനുശേഷം ഒരു കാറ്റഗറി നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിലുള്ള കാറ്റഗറി ആണെങ്കിൽ അതൊക്കെ, അതല്ല പുതിയൊരു കാറ്റഗറി നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനൊരു ഐക്കൺ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നു. അതിനൊരു ഒരു ടെക്സ്റ്റ് കൊടുക്കുന്നു. ശേഷം അത് നമ്മൾ ആഡ് ചെയ്യുന്നു. യെസ്, വീണ്ടും അതിപ്പോൾ ആഡ് ആയിട്ടുണ്ട്. നമ്മൾ ഹോം എക്സ്പെൻസ്, അത് നമ്മൾ ആ കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇനി ഒരു മർച്ചൻറ്റ്, ഇവിടെ എന്താണ് നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു ഷോപ്പിൽ നിന്നാവാം, അല്ലെങ്കിൽ വേറൊരു വ്യക്തിയിൽ നിന്നാവാം, ഏതാണെങ്കിലും അത് സെക്കൻഡ് കാറ്റഗറിയാണ്. ആവശ്യമുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം. മർച്ചൻ്റ് നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ജംഷി, ഓക്കെ, രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. എന്താണ് അതിൻ്റെ എന്നുള്ളത്. ടെസ്റ്റ് ഒരു ഇമേജ് വേണമെങ്കിൽ നമുക്ക് ഒരു ഇമേജ് അതിൽ സെലക്ട് ചെയ്യാം. ശേഷം ആഡ് ഇൻകം എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇൻകം ഓൾറെഡി നമ്മൾ ആഡ് സക്സസ്ഫുള്ളി എന്ന് കണ്ടു. നേരെ ബാക്ക് വന്നാൽ ജംഷി 2500. ഓക്കെ, ഇനി അതിൻ്റെ എഡിറ്റ് മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ മോർ എന്നുള്ള ബട്ടൺ കാണാം. ഈ മോർ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്താൽ ഇപ്പോൾ ഈ മാസത്തേതാണ് സെലക്ട്, നിലവിലുള്ള ലൈവ് മന്തിലത്തേതാണ് ഇവിടെ കാണിക്കുക. അപ്പോൾ അതിന് മുമ്പുള്ളതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ എഡിറ്റ് ചെയ്യാനുള്ളതെങ്കിൽ ജസ്റ്റ് സെലക്ട് റേഞ്ച് എന്നുള്ളത് കൊടുക്കുക. അവിടെ നമുക്ക് ഏത് ഡേറ്റ് മുതലുള്ളതാണ് വേണ്ടതെങ്കിൽ, ഇനി അടുത്ത വർഷങ്ങൾ മുതലുള്ളതാണെങ്കിൽ അത് കൊടുത്തതിന് ശേഷം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുമ്പുള്ള എല്ലാ സംഗതികളും നമുക്കിവിടെ പ്രത്യക്ഷപ്പെടും. അത് നമുക്ക് ഇതിന്ന് എഡിറ്റ് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇവിടെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിലീറ്റ് ഉണ്ട്. ഇവിടെ ജസ്റ്റ് പെന്നിൻ്റെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ഇത് കാണാനുള്ള സംവിധാനമുണ്ട്. ഈ സംഗതികളൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെയാണ് എക്സ്പെൻസുകളും ഇതേപോലെ നമുക്ക് രേഖപ്പെടുത്താം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെയൊക്കെ റിപ്പോർട്ടുകൾ എങ്ങനെ കിട്ടും എന്ന് നോക്കാം. അത് ജസ്റ്റ് മുകളിൽ തന്നെ റൗണ്ട് ബട്ടൺ, ആ റൗണ്ടിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പോർട്ട്സുകൾ എന്നുള്ള സെക്ഷനിലേക്ക് എത്തും. ഇവിടെ നമുക്ക് ഏത് വർഷത്താണ്, ഓൾ ടൈം ആണെങ്കിൽ ഓൾ ടൈം കൊടുക്കാം. മൊത്തത്തിലുള്ള നമ്മളെ ഇതുവരെ നമ്മളിതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളും ഇൻകവും ഇവിടെ ഡിസ്പ്ലേ ആകും. അതിൻ്റെ ഒരു സ്ക്രീൻ ഇവിടെ ടോട്ടൽ ഇവിടെ കാണാം. ഇനി അതല്ല, നമുക്കിത് കാറ്റഗറൈസ് ചെയ്ത് കാണണം. നമുക്ക് ഈ മന്ത്ലി എത്ര വരവും ചിലവും കാര്യങ്ങളുണ്ടെന്നുള്ളത് അതിവിടെ കാണിക്കും, ഓരോ മാസത്തെയും വരവും ചിലവും. ഇനി അതിൽ നമുക്ക് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ആയിട്ട് കിട്ടണമെങ്കിൽ ജസ്റ്റ് ഏത് മന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ മാസത്തിലുണ്ടായിട്ടുള്ള ചിലവുകളുടെ വരവുകളുടെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഇവിടെ കിട്ടും. അത് നമുക്ക് ഇവിടെ മുകളിൽ ആരോ മാർക്ക് കാണാം റൈറ്റിൽ. അതൊന്ന് ജസ്റ്റ് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എക്സലായിട്ടോ PDF ആയിട്ടോ ഡൗൺലോഡ് ചെയ്യാം, ഷെയർ ചെയ്യുകയും ചെയ്യാം. ഇങ്ങനെ ഓരോ കാര്യങ്ങളും മന്ത്ലി എടുത്തു. ഇനിയിപ്പം നമ്മൾ കാറ്റഗറി വൈസാണ് നമ്മൾ ചാരിറ്റി വൈസ് കൊടുത്തത്. ചാരിറ്റിൻ്റെ മാത്രമേ നമുക്കൊരു കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഭാഗത്തുള്ള എല്ലാ റിപ്പോർട്ടുകളും ഇതേപോലെ പ്രിൻ്റ് എടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ മർച്ചൻറ്റ്, നമ്മളൊരു സ്ഥാപനത്തിൽ സ്ഥിരമായിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരാളുടെ പേരിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുമായിട്ടുള്ള ഇടപാടുകളും കാര്യങ്ങളും ഒക്കെ ഇതിൽ കൃത്യമായിട്ട് നമുക്ക് പ്രിൻ്റ് എടുക്കാനും കഴിയും. ഇതാണ് ഈ ക്യാഷ് ബുക്ക് കൊണ്ടുള്ള ഉപകാരം. ഇത് തീർത്തും ഫ്രീ ആണ്. ആളുകൾക്ക് 3MS യൂസർക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ്.